എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയം ഉലുവയെക്കുറിച്ചുള്ള ഒരു ചെറു വിവരണമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കർക്കിടക മാസമായി കഴിഞ്ഞാൽ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ഉലുവ ഉണ്ടകളാക്കി കഴിക്കുന്നതെല്ലാം ഒരു സാധാരണ രീതിയാണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് ഇപ്പോൾ വിശദമായി കടക്കുന്നില്ല. പകരം ഉലുവയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത്. സാധാരണ രീതിയിൽ പാചകാവശ്യത്തിനായി ഉപയോഗിക്കുന്നതാണെങ്കിൽ കൂടി ഇന്നിപ്പോൾ പ്രമേഹം കുറയ്ക്കുന്നതിനും ദുർമേധസ് ചെറുക്കുന്നതിനും വളരെ വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് ഉലുവ. കൂടാതെ സന്ധിരോഗങ്ങളിലും വാതരോഗങ്ങളിലും മറ്റും ഇത്ര എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന മറ്റൊരു ഔഷധം ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഉലുവയുടെ ചിട്ടയായ ഉപയോഗത്തിലൂടെ നമ്മുടെ ദഹന വ്യവസ്ഥയുടെയും അന്തസ്രാവ ഗ്രന്ഥികളുടെയും പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. മാത്രവുമല്ല, ഹൃദയപേശികളുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഉലുവ സഹായിക്കുന്നു. പ്രസവശേഷം സ്ത്രീകൾക്ക് മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിനും ഗർഭാശയ ശുദ്ധിക്കും ഉലുവ ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായി ഉലുവ വേവിച്ച് അതിൽ ശർക്കരയും നെയ്യ്, തേങ്ങാപ്പാൽ മുതലായവ ചേർത്ത് ലേഹ്യപാകത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. ഉലുവ വറുത്തുപൊടിച്ച് വെള്ളത്തിൽ ചൂടാക്കി അല്പം ശർക്കര ചേർത്ത് കഴിക്കുന്നത് വയറ്റിൽ നീര് വീണുണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഉലുവയുടെ ഉപയോഗം ശരീരശേഷി വർദ്ധിപ്പിക്കുന്നതിനും പ്രതിരോധശേഷി ഉണ്ടാകുന്നതിനും സഹായിക്കുന്നു. തൊലിക്ക് മാർദ്ദവവും നിറവും കിട്ടുന്നതിന് ഉലുവ അരച്ച് പുറമേ പുരട്ടുന്നത് നല്ലതാണ്. ഉലുവ അരച്ച് തലയിൽ തേച്ച് കുളിക്കുന്നത് മുടിയുടെ ആരോഗ്യത്തിനും താരൻ ഇല്ലാതാകുന്നതിനും സഹായിക്കുന്നു. ഉലുവ ചേർത്ത് കാച്ചിയെടുത്ത എണ്ണ അല്പം കർപ്പൂരം ചേർത്ത് പുരട്ടിയാൽ ശരീരവേദനയ്ക്ക് ആശ്വാസം ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഉലുവയിലെ രാസഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനിൽ ഗ്ലോബുലിൻ, ഹിസ്റ്റാഡിൻ എന്നീ രാസഘടകങ്ങളും കൂടാതെ ഫോസ്ഫറസും സൾഫറും കാണപ്പെടുന്നു. ഈ ഘടകങ്ങൾ ശരീരത്തിലെ പേശികൾക്കും എല്ലുകൾക്കും ബലം നൽകുന്നതിന് സഹായകമാണ്. പഞ്ചസാരയുടെ അളവ് ഉലുവയിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാനാകും. അടുത്തയിടെ സ്റ്റീറോയിഡ് സ്വഭാവമുള്ള സാപ്പോണിൻ എന്ന ഒരു ഘടകവും ഉലുവയിൽ ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. അല്പം കയ്പും ചവർപ്പും കഴിക്കാൻ ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടെങ്കിലും നിരവധി വാതരോഗങ്ങളെ അകറ്റി നിർത്തുന്നതിന് ഉലുവയുടെ ചിട്ടയായ ഉപയോഗം കൊണ്ട് നമുക്ക് സാധിക്കുന്നു. അടുക്കളയിലെ ഒരു നിത്യോപയോഗ സാധനമാണെങ്കിലും ഔഷധരൂപേണയുള്ള ഉലുവയുടെ തുടർച്ചയായുള്ള ഉപയോഗവും ഉഷ്ണകാലത്തിലെ ഉപയോഗവും പ്രത്യേകം നിഷ്കർഷയോടെ വേണം ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു. കാരണം ഔഷധരൂപേണ ഉപയോഗിക്കുമ്പോൾ ഉലുവ വളരെ ശക്തിയേറിയ ഒരു ഔഷധം തന്നെയാണ് എന്നുള്ളതാണ്. എല്ലാവർക്കും ആരോഗ്യകരമായ ഒരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.